നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റോഡ്രിഗോ പരിക്കിൽ നിന്ന് മുക്തനായി വന്ന് തൻ്റെ മികച്ച പെർഫോമൻസ് പുറത്തെടുക്കുകയാണ്. ഇന്നലെ സെവിയയ്ക്കെതിരെയും അദ്ദേഹത്തിൻ്റെ വക ഗോളും അസിസ്റ്റും നമ്മൾ കണ്ടു. യെസ്, റോഡ്രിഗോ ഒരു അസറ്റാണ്. പലപ്പോഴും വിനി എംബാപ്പെ എംബാപ്പെ വിനി എന്നൊക്കെ പറയുമ്പോൾ റോഡ്രിഗോയെ ഒന്ന് കൃത്യമായി പരിഗണിക്കാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. ആഞ്ചലോട്ടി അദ്ദേഹത്തെ നന്നായിട്ട് പരിഗണിക്കുന്നുണ്ട്. അദ്ദേഹം കിട്ടുന്ന അവസരങ്ങൾ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ഇപ്പോൾ പരിക്കിന് ശേഷമുള്ള പ്രകടനം നോക്കുക. 3 ഗോളുകളും 2 അസിസ്റ്റുകളും കഴിഞ്ഞ 3 മത്സരങ്ങളിൽ നിന്ന് റോഡ്രിഗോയിൽ നിന്ന് വന്നു കഴിഞ്ഞു. അതോടുകൂടി റയൽ മാഡ്രിഡിനായിട്ട് 100 ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം തികച്ചിരിക്കുന്നു. 237 മത്സരങ്ങളിൽ നിന്നാണ് ഈ 100 ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന ലാൻഡ്മാർക്ക് അദ്ദേഹം കടന്നുപോയിരിക്കുന്നത്, മൈൽ സ്റ്റോൺ അദ്ദേഹം കടന്നുപോയിരിക്കുന്നത്. 237 കളികൾ, 60 ഗോളുകളും 41 അസിസ്റ്റുകളും എന്ന് പറഞ്ഞാൽ 101 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഓൾറെഡി യുവതാരം റയൽ മാഡ്രിഡിന് വേണ്ടി നടത്തി കഴിഞ്ഞു. എന്ന് പറയുമ്പോൾ ഓരോ 139 മിനിറ്റുകളിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൽ നിന്ന് വരുന്നു. 262 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു കഴിഞ്ഞു. 339 സക്സസ്ഫുൾ ഡ്രിബിളിങ്ങൾ അദ്ദേഹം നടത്തി. 1011 ആക്ഷൻസാണ് ഓപ്പണൻസിൻ്റെ പെനാൽറ്റി ഏരിയയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സോ റോഡ്രിഗോ റയലിനായിട്ട് പൊളിച്ചെടുക്കുന്നു. ഇപ്പോൾ ഇന്നലത്തെ കളി മാത്രം നോക്കുക. 1 ഗോളും 1 അസിസ്റ്റും 2 കീ പാസുകളും 4 ഷോട്ടുകളിൽ 2 ഓൺ ടാർഗറ്റിലേക്ക്. 2 വട്ടം അദ്ദേഹം ഫൗളിന് വിധേയനായി. ചുരുക്കത്തിൽ റോഡ്രിഗോയുടെ മികവ് ഓരോ കളി കഴിയും തോറും കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറുന്നു. റയലിന് എന്തായാലും ഭാവിയിലേക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് റോഡ്രിഗോ. ഭാവിയും വർത്തമാനവും ഒരുപോലെ ശോഭനമാക്കാൻ അവനെ കൊണ്ട് കഴിയും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്തുക.